നമസ്കാരം. 2026 ജൂൺ മാസം കേരള രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവുകളുടെ മാസമായി മാറുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൂന്നാമതും സമൻസ് അയച്ചിരിക്കുന്നു. ഇതോടെ കേരള രാഷ്ട്രീയം വീണ്ടും പുകയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ഇഡിയുടെ വല മുറുകുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. വെറുമൊരു മാസപ്പടി കേസ് എന്നതിലപ്പുറം ഈ അന്വേഷണത്തിന്റെ അന്തിമ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യമൊക്കെ ഒഴിവു കഴിവുകൾ പറഞ്ഞ് ഇഡിക്ക് മുന്നിൽ ഹാജരാകാതിരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ കർശന നിലപാടിന് മുന്നിൽ ഒടുവിൽ വീണയ്ക്ക് വഴങ്ങേണ്ടി വന്നു. കഴിഞ്ഞ ജൂൺ 17 ബുധനാഴ്ച കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വീണ വിജയൻ ഹാജരായി. രാവിലെ 10:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് രാത്രി 8 മണിക്കാണ്. അതായത് ഏതാണ്ട് 9 മണിക്കൂറിലധികം നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതോടെ എല്ലാം അവസാനിച്ചു എന്ന് പിണറായി വിജയൻ കരുതിയെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. തോക്കുധാരികളായ പോലീസുകാരെ കൂട്ടി ഇഡി ഉദ്യോഗസ്ഥർ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനെത്തിയപ്പോൾ അവരെവിടെ പോയി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചതും നമ്മൾ കണ്ടതാണ്. ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ കൃത്യമായ നിരാശയുണ്ടായിരുന്നു. എന്നാൽ അവിടെയും തീർന്നില്ല. ഇപ്പോൾ ഇതാ കൃത്യം 11 ദിവസം തികയുമ്പോൾ ഈ മാസം 29-ാം തീയതി വീണ്ടും കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി പുതിയ നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്തിനാണ് ഇഡി ഇത്ര പെട്ടെന്ന് വീണയെ വീണ്ടും വിളിപ്പിക്കുന്നത്? അതിനു പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, കരിമണൽ കേസ് ആദ്യം അന്വേഷിച്ച SFIO കണ്ടെത്തിയ നിർണായക തെളിവുകൾ ഇഡിക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ രേഖകൾ ഇഡിയുടെ കൈകളിൽ പൂർണ്ണമായി എത്തിയിട്ടില്ല. ഈ ആഴ്ച തന്നെ ആ രേഖകൾ ഇഡിക്ക് ലഭിക്കും. രണ്ടാമതായി, CMRL കമ്പനി MD ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ ശരൺ കർത്ത എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളും വീണ നൽകിയ ഉത്തരങ്ങളും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. ഈ പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്താനാണ് പുതിയ ചോദ്യാവലിയുമായി ഇഡി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയൻ പറഞ്ഞ പ്രധാന ന്യായീകരണം എന്താണ്? എനിക്കൊന്നും അറിയില്ല, എല്ലാം ചെയ്തത് എന്റെ ജീവനക്കാരാണ് എന്ന്. എന്നാൽ ഈ കേസിനായി കോടതികളിൽ പോരാടുന്ന ഷോൺ ജോർജ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. വീണയ്ക്ക് ഒന്നും അറിയില്ല എന്നത് ഒരുപക്ഷെ സത്യമായിരിക്കാം. കാരണം എന്ത് സേവനം നൽകിയിട്ടാണ് ഈ കോടികൾ വാങ്ങിയതെന്ന് അറിയാവുന്നത് പിണറായി വിജയന് മാത്രമാണ്. ഇവിടെയാണ് അഴിമതിയുടെ കള്ളപ്പണ കഥ പുറത്തുവരുന്നത്. 2019 കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം നിരോധിച്ചിട്ടും വ്യവസായ പാരിസ്ഥിതിക വകുപ്പുകളുടെ എതിർപ്പുകൾ മറികടന്ന് CMRL കമ്പനിക്ക് നിയമവിരുദ്ധമായി ഖനനം തുടരാൻ പിണറായി വിജയൻ ഒത്താശ ചെയ്തു എന്നതാണ് ആക്ഷേപം. അതുവഴി കമ്പനി ഉണ്ടാക്കിയ 1600 കോടി രൂപയാണ്. ഇതിന് പ്രതിഫലമായിട്ടാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് 2.72 കോടി രൂപ മാസപ്പടിയായി എത്തിയത്. ബാങ്ക് വഴി പണം വാങ്ങി GST അടച്ചു എന്ന് പറഞ്ഞ് വീണയ്ക്ക് വേണമെങ്കിൽ സാങ്കേതികമായി തടിയുരാം. എന്നാൽ അധികാര ദുർവിനിയോഗം നടത്തി കമ്പനിയെ സഹായിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ രക്ഷപ്പെടാനാകുമോ? നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനു വേണ്ടി മകളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയെങ്കിൽ ഇഡിയുടെ കള്ളപ്പണ നിയമപ്രകാരം യഥാർത്ഥ പ്രതി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം 29-ാം തീയതി വീണ വിജയൻ ഇഡിക്ക് മുന്നിലെത്തുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒന്നു മാത്രം: അടുത്ത സമൻസ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തേടിയാണോ വരുന്നത്? അന്വേഷണം അറസ്റ്റിലേക്ക് നീങ്ങുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.